ഇന്ന് നമുക്ക് എവിടെ ഡ്രൈവ് ചെയ്തു പോകാനും ധൈര്യം ഗൂഗിൾ മാപ്പ് ഉള്ളതാണ്. നാട്ടിലെ ഏത് വഴിയും ഗൂഗിൾ പറഞ്ഞു തരും. ഇനി പതിവ് വഴിയിൽ മാർഗതടസ്സമുണ്ടെങ്കിൽ അല്ലലില്ലാതെ മറുവഴികളിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഗൂഗിളിന് കഴിയും. വേഗത്തിലെത്താവുന്ന വഴി, ടോളുകളുള്ള വഴി, ടോൾ ഇല്ലാതെ പോകാനുള്ള വഴി, കാറിൽ പോകാനുള്ള വഴി, ബൈക്കിൽ പോകാനുള്ള വഴി, ഇങ്ങനെ ഗൂഗിളിൻ്റെ കയ്യിൽ നമ്മളെ എവിടെയെങ്കിലും എത്തിക്കണമെങ്കിൽ അതിന് നിറയെ വഴികളുണ്ട്. ഇനി ഒരു പുതിയ വഴി കൂടി വരികയാണ് ഗൂഗിൾ മാപ്പിൽ. അത് മറ്റൊന്നുമല്ല, ഇന്ധനം ലാഭിച്ചുകൊണ്ട് സഞ്ചരിക്കാവുന്ന വഴിയാണത്. ചിലർക്ക് തോന്നും ഇത് പുതിയ കാര്യമാണോ എന്ന്. ശരിക്കും ഇതൊരു പുതിയ കാര്യമല്ല. അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും ഇത് നേരത്തെ ഉണ്ട്. ഇന്ത്യയിലേക്കും ഈ സംവിധാനം വരുന്നു എന്നതാണ് പുതിയ വാർത്ത. എക്കോ ഫ്രണ്ട്ലി റൂട്ടിംഗ് എന്നാണ് ഈ വഴികാട്ടലിനെ ഗൂഗിൾ വിളിക്കുന്നത്. വാഹനത്തിന്റെ എഞ്ചിൻ അനുസരിച്ച് ഇന്ധനക്ഷമത കൂടിയ വഴി കാണിച്ചു തരുന്നതാണ് രീതി. ഈ ഫീച്ചർ ഓൺ ചെയ്തിട്ടാൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത മെച്ചപ്പെട്ട റോഡുള്ള വഴിയായിരിക്കും ഗൂഗിൾ കാട്ടിത്തരിക. ഇത് ഫാസ്റ്റസ്റ്റ് റൂട്ട് ആകണമെന്നില്ല എന്നത് മറക്കരുത്. വേഗത്തിൽ പോകേണ്ടവർക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഫാസ്റ്റസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്ത് തന്നെ പോകുന്നതാണ് നല്ലത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്യൂവൽ എഫിഷ്യന്റ് റൂട്ട് വേണമെങ്കിൽ അതിനുള്ള ഫീച്ചർ ഗൂഗിൾ മാപ്പിൽ ഓൺ ആക്കി ഇടണം എന്നതാണ്. അതിനായി ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷനിൽ ഇവിടെ റൂട്ട് ഓപ്ഷൻ എന്നത് സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യുക. ഇവിടെ എക്കോ ഫ്രണ്ട്ലി റൂട്ടിംഗ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ഓൺ ആക്കുക. പ്രിഫർ ഫ്യൂവൽ എഫിഷ്യന്റ് റൂട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ വാഹനത്തിന്റെ എഞ്ചിൻ ടൈപ്പ് ഏതാണെന്ന് ചോദിക്കും. അതിന് കൃത്യമായ മറുപടി നൽകുക. എന്നിട്ട് ഡൺ ടാപ്പ് ചെയ്യുന്നതോടെ ഇനി നിങ്ങൾ പോകുമ്പോൾ ഇന്ധനക്ഷമതയുള്ള വഴി ഗൂഗിൾ കാട്ടിത്തരും. ഗ്യാസ്, പെട്രോൾ, ഡീസൽ, ഹൈബ്രിഡ്, ഇലക്ട്രിക് എന്നീ ഓപ്ഷനുകളാണ് ഉള്ളത്. ഓരോ എഞ്ചിൻ അനുസരിച്ചുമുള്ള പ്രിഫറൻസ് അനുസരിച്ചായിരിക്കും റൂട്ട് നിർദ്ദേശിക്കുക. എഞ്ചിൻ ടൈപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്തില്ലെങ്കിൽ വാഹനം പെട്രോൾ ആണെന്ന് കരുതും ഗൂഗിൾ. പെട്രോൾ എഞ്ചിനിൽ ഇന്ധന ഉപയോഗം ലാഭിച്ചുകൊണ്ട് പോകാവുന്ന റൂട്ടായിരിക്കും നിർദ്ദേശിക്കുക. ഇലക്ട്രിക് വാഹനത്തിൽ പോകുന്നവർ റൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉള്ള റൂട്ടാണോ എന്ന് ചിലപ്പോൾ ഉറപ്പാക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ചാർജിംഗ് സ്റ്റേഷനുകൾ സാധാരണമായി വരുന്നതേ ഉള്ളൂ എന്നത് തന്നെ കാരണം. വാഹനത്തിന്റെ ഇന്ധന ഉപയോഗം, കുന്നുകൾ, ഇറക്കങ്ങൾ, ട്രാഫിക് പാറ്റേണുകൾ, റോഡിന്റെ രൂപം എന്നിവ അനുസരിച്ചാണ് ഗൂഗിൾ വഴി തിരഞ്ഞെടുത്ത് നൽകുക. പെട്രോളിനും ഡീസലിനും ഒക്കെ നല്ല വിലയായിരിക്കുന്ന ഈ സമയത്ത് വേഗത്തിൽ പോകേണ്ടാത്തപ്പോൾ നമ്മളെല്ലാം കൂടുതൽ മൈലേജ് കിട്ടുന്ന വഴി തന്നെയാണ് ഇഷ്ടപ്പെടുക. അല്ലെങ്കിലും ഇപ്പോൾ വാഹനം വാങ്ങുമ്പോൾ യാത്രാസുഖത്തിനൊപ്പം മൈലേജും കൂടി നമ്മൾ പരിഗണിക്കാറുണ്ട്. അടുത്ത കാലത്തായി ഹൈബ്രിഡ് വാഹനങ്ങൾ കൂടുതൽ നിരത്തിൽ ഇറങ്ങുന്നതും നമ്മുടെ ഇഷ്ടത്തിന്റെ ഫലമായാണ്. അതുകൊണ്ട് പുതിയ ഗൂഗിൾ മാപ്പ് സംവിധാനം നമ്മുടെ നാട്ടിൽ സ്വീകാര്യമാകുമെന്നത് ഉറപ്പാണ്. 2022 ഈ സംവിധാനം ഗൂഗിൾ അവതരിപ്പിച്ചത്. ഇത് നിലവിൽ ഇന്ത്യയിലെ എല്ലാ ഫോണുകളിലും ലഭ്യമായി തുടങ്ങിയിട്ടില്ല. പുതിയ ഓപ്ഷനുകളും അപ്ഡേറ്റുകളും വരുന്ന മുറയ്ക്ക് ഓരോരുത്തരുടെയും ഫോണിലെ ഗൂഗിൾ മാപ്പിൽ ഇത് ലഭിക്കും. ചിലർ കുറച്ചു കാലം കൂടി കാത്തിരിക്കണമെന്ന് മാത്രം.